തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട്. ഈ കവിത ചൊല്ലി നോക്കൂ. തടിപിടി. ഏലേ മാലി ഐസ, ഇലയിട്ട തടിയേ ഐസ, പൂവിട്ട കുരുവി ഐസ, കായിട്ട മരമേ ഐസ, ഇലയിട്ടു പൂവിട്ടു കായിട്ടു നിന്ന കാട്ടിലെ തടിയേ ഐസ, ഒത്തുപിടിച്ചാൽ ഐസ, മലയും പോരും ഐസ, ഒറ്റയ്ക്കായാൽ ഐസ, എലിയും പോരാ ഐസ, ഒത്തുപിടിച്ചാൽ മഹാബലം, ഒറ്റയ്ക്കായാൽ പരാജയം. കാവാലം നാരായണ പണിക്കർ കാക്കത്തൊള്ളായിരം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ കവിത പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത്. എന്താണ് ഇവർ ചെയ്യുന്ന പണി? അതായത് ലോറിയിൽ മരം കയറ്റിയാണ് കുറേ ആളുകൾ ചേർന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ ഈ പാട്ട് പാടുന്നത്. എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത്? അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്ത്? അധ്വാന ഭാരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിയ തടിയാണ് ഈ ലോറിയിലേക്ക് കയറ്റുന്നതിൽ. അപ്പോൾ എല്ലാവരും ഒരേ താളത്തിലാണ് ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് ജോലി ചെയ്യുന്നത്. ഈ കവിത സംഘമായി അഭിനയിച്ച് നോക്കൂ. അപ്പം നിങ്ങൾ കൂട്ടുകാർ ക്ലാസ്സിൽ സംഘമായി ഒന്ന് അഭിനയിച്ച് നോക്കൂ. പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റേതെങ്കിലും പാട്ടുകൾ അറിയാമോ? അത്തരം പാട്ടുകൾ കൂട്ടമായി പാടൂ. അപ്പം പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടുകൾ വേറെയുണ്ട്. ഏതാ? നാടൻ പാട്ടുകളിൽ കൂടുതലും പണ്ട് കാലത്തൊക്കെ ഞാറ് നടുമ്പോഴും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പാട്ടുകൾ ഇതുപോലെ അധ്വാന ഭാരം കുറയ്ക്കാനും ഒരു രസകരമായൊക്കെ ജോലി ചെയ്യാൻ താളത്തിലൊക്കെ ഈണത്തിലൊക്കെ പാടിപ്പോന്ന പാട്ടുകളാണ്. ഇനി ഈ കവിതയിലെ സന്ദേശമടങ്ങുന്ന വരികൾ കണ്ടെത്താമോ? ഇതേ സന്ദേശമടങ്ങിയ മറ്റു ചൊല്ലുകളും കണ്ടെത്തൂ. അപ്പോൾ കുറേ കൃഷിച്ചൊല്ലുകളൊക്കെ ഞാൻ ഇതിന് മുൻപ് നോട്ടാക്കിയിട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.